ഹായ് മക്കളെ. അപ്പോഴേ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടത് എനിക്കറിയാം ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. ഞാനത് അത്രയെങ്കിലും പറയണ്ടേ. ഞാൻ തിരുവനന്തപുരത്തുകാരിയാണ് കേട്ടോ. പക്ഷേ നമ്മളെ ഒരു നാടിനെ ഇത്രയും അവഹേളിച്ച് പറയുമ്പോൾ നമ്മളത് പറയേണ്ടത് അഭികാമ്യമല്ലേ അല്ലേ? അപ്പോൾ നമ്മുടെ നാടിനെ പിന്നെ എന്താ പറയുക, തിരസ്കരിക്കുന്നൊന്നും വരില്ലേ? അല്ല, നമ്മളും അവരോടൊപ്പം ചേരുന്നു എന്നാവില്ലേ? അങ്ങനെയില്ലേ? എല്ലായിടത്തും ഉണ്ട് നല്ല ആളുകളും മോശപ്പെട്ടവരും ഒക്കെ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് ജില്ലക്കാരെ മാത്രം വേർതിരിച്ച് പറയുന്ന ആൾക്കാരോട് രണ്ട് വർത്തമാനം പറയേണ്ടതാണ്. എൻ്റെ അഭികാമ്യമല്ലേ അത്? അല്ലേ? ഞാൻ ചെയ്തതിൽ തെറ്റുണ്ടോ? അഥവാ ഞാൻ ആ വീഡിയോ കണ്ട ഉടനെ ഞാൻ കൊണ്ട പാടെ ഇങ്ങനെ ഇട്ടതാണ് കേട്ടോ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഇങ്ങനെ ഇത് കേട്ടതാണ്. എന്താ തിരുവനന്തപുരത്തെക്കുറിച്ചും കൊല്ലംകാരെക്കുറിച്ചും നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്? നിങ്ങൾ അത്രയ്ക്കെല്ലാം തികഞ്ഞവരാണ്. നിങ്ങൾ പെർഫെക്റ്റാണ് ആണെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ പറയാവൂ, അല്ലേ? ഈ ജില്ലയിലുള്ളവർ നിങ്ങളെ കുറ്റം പറയുന്നുണ്ടോ? അല്ലെ നിങ്ങളെ വേണ്ടാന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ മാത്രമല്ലേ പറയുന്നുള്ളൂ, അല്ലേ? എങ്ങാണ്ട് കിടന്നൊരു പഴഞ്ചൊല്ലും തൂക്കിക്കൊണ്ട് വന്നിട്ടല്ലേ ഇതൊക്കെ പറയുന്നത്. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ പെൺകുട്ടികളെ കൂടുതൽ പിന്നെ ദ്രോഹിക്കുന്നതും കൊല്ലുന്നതും ഒക്കെ വടക്ക് ഭാഗത്താണ്. സ്ത്രീധനം മോഹികളും വടക്ക് ഭാഗത്താണ്. ഇല്ല എന്നാരും പറയരുത്. ചോദിക്കാതെ ചോദിക്കുക അവർ, അങ്ങനെ അവരുടെ കാര്യം. തിരുവനന്തപുരത്ത് മാത്രമല്ല, തിരുവനന്തപുരം കൊല്ലവും മാത്രമല്ല, വടക്കോട്ട് സ്ത്രീധന മോഹികൾ ഒത്തിരി പേരുണ്ട്. പിന്നെ കുറേ കുടുംബ മഹിമ, പാരമ്പര്യം, അത് ഇത് എന്ന് പറഞ്ഞ് അങ്ങനെ പറയും. ജാതി സ്പിരിറ്റ് ഒക്കെ ഉള്ള വടക്കോട്ട കൂടുതൽ. ഇനിയിപ്പോൾ നമ്മളെ തിരുവനന്തപുരത്തേറെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചിരുന്നാലും നമുക്കതിനൊരു വിരോധമൊന്നുമില്ല കേട്ടോ. ഒന്നുമില്ല. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഒരിക്കലും ഞങ്ങൾ മുഖം കറുപ്പിച്ചല്ലല്ലോ സംസാരിക്കുന്നത്, ആണോ? ചിരിച്ച മുഖത്തോടെയല്ലേ സ്വീകരിക്കാറുള്ളൂ. നിങ്ങളുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ അനുഭവം എന്താകും കേട്ടോ. ഒരു സഹകരണം ഇല്ലാത്ത മനുഷ്യരാവും. എന്തൊക്കെ പറഞ്ഞാലും സഹകരണം എന്ന് പറഞ്ഞാൽ അടുത്തൂടെ പോയിട്ടില്ലാത്ത മനുഷ്യരാണ് ഈ വടക്കോട്ടുള്ളവരൊക്കെ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറഞ്ഞു. പിന്നെ പെണ്ണുങ്ങൾ അഹങ്കാരികൾ തന്നെയാണ്. അഹങ്കാരികളും പിന്നെ എന്താ പറയുക, ഭയങ്കര അഹമതി പിടിച്ച ആൾക്കാരൊക്കെ പെണ്ണുങ്ങളാണ് കേട്ടോ. പറഞ്ഞ് ജയിക്കാനോ ഒരു തെറ്റ് അവർ എന്തും ചെയ്യും. എന്തും ചെയ്യുന്ന പറഞ്ഞാൽ അവർ വിചാരിച്ച പെണ്ണുങ്ങൾ തന്നെയാണ് അവിടെ ദ്രോഹിക്കുന്നത് മൊത്തം. ആണുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആ പയ്യന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ പയ്യന്മാർ മൗനികളായി പോവുകയാണ് അവരുടെ നാക്കിൻ്റെ മുമ്പിൽ. ഭയങ്കര നാക്കാണ് അവർക്ക്. അവരോട് പറഞ്ഞ് ജയിക്കാനൊന്നും പറ്റത്തില്ല. അത് സ്വന്തം മകനാണെങ്കിൽ പോലും അവർ മാതിരി പറയും. പെണ്ണുങ്ങൾ ഭയങ്കര തൻ്റേടികൾ. ആ വാക്കെനിക്ക് കിട്ടാതെ പോയി. അഹങ്കാരികൾ നല്ല അഹങ്കാരികളും തൻ്റേടികളുമാണ് കേട്ടോ. ഞാൻ പറയാണ്ടിരിക്കുക എനിക്ക് നിവർത്തില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇനിയുള്ള ഭാഗത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഭയങ്കര സ്ത്രീധന മോഹികളും എല്ലാം അങ്ങോട്ട് വടക്കോട്ടാണ് കൂടുതൽ. ഈ ഭാഗത്ത് കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്ക് എന്തായാലും വലിയ സ്ത്രീധന മോഹികളൊന്നും ഇല്ല, അത്രയ്ക്കില്ല. കൂടുതലും വടക്ക് ഭാഗത്താണ് സ്ത്രീധന മോഹികൾ. നമ്മളൊരു ഇതിനകത്തൊക്കെ നമ്മൾ ഷോർട്സൊക്കെ കാണുന്നുണ്ടല്ലോ. കല്യാണത്തിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ ഇട്ടുമ്പോൾ എങ്ങോട്ടാണ് അവിടേക്കുള്ളതിൽ ഉള്ളു സ്വർണ്ണങ്ങളെല്ലാം മാരി തൂക്കി പറക്കിയിട്ടിട്ട് നടക്കുന്നത് അല്ലേ? വടക്കോട്ടാണ് കൂടുതലും. അതെനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും. വടക്കോട്ട. പിന്നെ പറ്റിപ്പും വടക്കോട്ട് എന്ന് പറയുമ്പോൾ കൊല്ലം കഴിഞ്ഞ് അങ്ങോട്ട് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട തൊട്ട് അങ്ങോട്ടേക്ക് സ്ത്രീധന മോഹികളാണ്. കണക്ക് പറഞ്ഞവർ മേടിക്കും. അതൊക്കെ വരുമ്പോഴേ അവർ ഡിമാൻഡ് ഇങ്ങനെയൊക്കെ വേണം, അതൊക്കെ കാണണം. ഇനിയിപ്പോൾ കൊടുത്താലോ എന്ന് വിചാരിച്ചാൽ ഇതൊന്നും കൊടുത്തവരിൽ നിന്നും ഒരു സ്നേഹവും അടുപ്പമൊന്നും പ്രതീക്ഷിക്കേണ്ട. കിട്ടിയ വഴി തന്നെ. ആ പെൺകുട്ടിയുടെ കാര്യം കട്ടപ്പുകയായിരിക്കും. ഞാൻ സ്ത്രീധന വിരോധിയാണ്. എൻ്റെ മകൾക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ മുമ്പ് എൻ്റെ ഒരു വീഡിയോ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ മകൾക്കും എൻ്റെ മക്കൾ എന്ന് തന്നെ പറയാം,
വരുന്നതും എല്ലാം ആ ഭാഗത്തുനിന്ന് തന്നെയാണ് കേട്ടോ. അതിൽ 2 പേരുടെ കാര്യം ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. ഒരാളുടെ കാര്യം ജോലിയുണ്ടെന്ന് പറഞ്ഞ് വന്നതാണ്. ജോലിയുണ്ട് എന്ന് പറഞ്ഞ് അമ്മ വന്ന് കല്യാണം ആലോചിച്ചതാണ്. അമ്മയ്ക്ക് ഏതാണ്ടൊരു ബിസിനസ്സുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അതിലൊന്നും നോക്കിയില്ല, ബിസിനസ് ഒന്നും നോക്കിയില്ല. പയ്യനൊരു ജോലിയുണ്ടല്ലോ എന്ന് മാത്രമേ നോക്കിയുള്ളൂ. പിന്നാലെയാണ് എൻ്റെ വലിയൊരു വൻ ചതിയാണ് എൻ്റെ നടന്നത് കേട്ടോ. ജോലിയില്ല, കുടുംബവും നോക്കത്തില്ല. എൻ്റെ മകളാണെങ്കിലും പറയണം, വലിയ കഷ്ടപ്പാടാണ് എൻ്റെ ജീവിതം, പറയാണ്ടിരിക്കുക നിവൃത്തിയിൽ. ഇതുവഴി അവരുടെ കുടുംബക്കാരാരെങ്കിലും കണ്ടാലും, അവൻ്റെ പെങ്ങൾ എന്നെ കണ്ടാലും ശരിയല്ല. പെങ്ങൾ ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഇൻവോൾവിങ്ങാണ്. അതൊക്കെ കാണുന്ന അവൾക്ക് മനസ്സിലാവും കേട്ടോ. ആ പെൺകുട്ടിയുടെ കുഞ്ഞുങ്ങൾ ഒന്നും നോക്കാറേയില്ല. കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ഞാൻ അറിയുന്ന കാര്യമാണ്. അറിയാം, ഇപ്പോഴത്തേക്ക് 11 വർഷം തികയാൻ പോകുന്നു. 11 വർഷം, അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമാകാൻ പോകുന്നു. അവർ ഇതിൻ്റെ ഇടയ്ക്ക് വിവാഹവാർഷികമൊക്കെ, പിന്നെ വിവാഹവാർഷികം ആഘോഷിച്ചത് 2-3 പ്രാവശ്യമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ബാക്കിയൊക്കെ ആ ദിവസം അവരുടെ ദിവസം വിവാഹവാർഷികം, അതായത് ആ വർഷം തികയുന്നതിൻ്റെ തലേ ദിവസം മുതൽ വീട്ടിൽ പുകയും തീയും പുകയും ഒക്കെയാണ്. അത് കലക്കി മറിക്കും. പക്ഷേ അവൻ്റെ പെങ്ങളാണെങ്കിൽ ഇതെല്ലാം ആഘോഷിക്കുകയും ചെയ്യും. പെങ്ങളും പെങ്ങളെ ഭർത്താവും, പെങ്ങൾക്ക് അവളുടെ ഭർത്താവ് കൂടെ ഉണ്ട് കേട്ടോ. എന്തിനും ഇവൻ അമ്മയും അവർക്ക് വേണ്ടിയിട്ട് ഒക്കെ ഒരു പെൺകുട്ടിയെ കണ്ണീര് കുടിപ്പിച്ച് ഒന്നും നോക്കത്തുമില്ല, അങ്ങനെ നടക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുക, എൻ്റെ അനുഭവം കൊണ്ട്. പിന്നെ ഒരു കൂട്ടരാണെങ്കിൽ എനിക്കിട്ട് ചീത്ത വിളിയാണ് അവർക്ക്. വേറൊന്നും കൊണ്ടല്ല, അവർക്കും എൻ്റെ ഷെയറാണ് ആവശ്യം. നമ്മുടെ ഒരു കിടപ്പാടാണ് അവർക്ക് കേട്ടോ. അപ്പോൾ അതാരാ? നമുക്കൊരു ജോലിയില്ല, ഒരു വരുമാനം ഇല്ലാത്ത നമ്മളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ കയ്യിൽ നമുക്കൊരു വരുമാനം, നമ്മളൊരു ചെറിയൊരു വീട്, എൻ്റെ അച്ഛൻ എനിക്ക് തന്ന വീട് ഞാൻ റെൻറ്റിന് കൊടുത്താൽ റെൻറ്റ് കൊണ്ട് ജീവിക്കുന്ന എൻ്റെ കയ്യിൽ നിന്ന് ആ ഷെയർ അവർക്ക് വേണം. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഞാൻ പറയുകയും ചെയ്തു. എൻ്റെ മരണം കഴിഞ്ഞല്ലാതെ അത് കിട്ടത്തില്ല, ഇല്ലേ? നമ്മളെ പെരുവഴിയിലാക്കില്ല എന്ന് നമുക്ക് എന്താ ഒരു വിശ്വാസം ഇവരെക്കുറിച്ച്, ഇങ്ങനെയുള്ളവരെക്കുറിച്ച്? ഞാൻ പറയുന്നില്ല, എന്തെങ്കിലും തെറ്റുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇന്നലെ ആ കുറ്റം പറഞ്ഞതിൻ്റെ പൊരുൾ ഞാൻ പറഞ്ഞത് എന്ത് ആധികാരികമായിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞെന്നുള്ളത് പറയുന്നതാണ് കേട്ടോ. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്, മനസ്സിലായില്ലേ? നിങ്ങൾ അറിയിക്കണ്ടേ? വലിയ വായിലെ പറഞ്ഞല്ലോ, കൊല്ലം തിരുവനന്തപുരം ഭാഗത്തുനിന്നുള്ള ഒന്നും വേണ്ടാന്ന്. നിങ്ങളുടെ ഭാഗത്തുള്ള പയ്യന്മാർ കാണിക്കുന്ന ചെറ്റത്തരം ആരെങ്കിലും അറിയുന്നുണ്ടോ? ഉണ്ടോ? കൂടുതൽ എന്തിനും കേസും വഴക്കും വരുമ്പോഴത്തേക്കും അങ്ങോട്ടൊക്കെയാണല്ലോ കൂടുതൽ വരുന്നത്. അപ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക. ഞാൻ അതിനെക്കുറിച്ചൊക്കെ വിട്ടു. സിംഗിളെ ഇയാളിട്ട വീഡിയോയുടെ ഒരു ഇതിലാണ് കേട്ടോ ഞാൻ ഇത്രയും സംസാരിച്ചു പോയത് കേട്ടോ. പക്ഷേ നമുക്ക് ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും അത് കേൾക്കുമ്പോഴത്തേക്കും, അല്ലേ? നമ്മുടെ നാടിനെക്കുറിച്ച് ഇങ്ങനെ ഒരുമാതിരി അവഹേളിച്ച് പറയുമ്പോഴേ, അല്ലേ? ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഒരു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്നത് നല്ലത്. അവർ ഉള്ളു മുഴുവൻ വിഷമായിരിക്കും, അറിയാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? ഒരു ആൺകുട്ടി സ്വമേധയാ വന്നൊരു പെണ്ണ് ചോദിച്ചാൽ അതിൽ നമുക്ക് പറയാം അത് ആ പയ്യന് വേണ്ടിയിട്ടാണ് വരുന്നത്. അല്ലാതെ പയ്യൻ മൗനമായിട്ട് നിൽക്കുന്നിടത്ത് അമ്മയും പെങ്ങളുമൊക്കെ മുമ്പിട്ട് നിൽക്കുന്നതെങ്കിൽ അത് അവർക്ക് വേണ്ടിയിട്ടാണ് ആ പയ്യൻ സമ്മതിക്കുന്നത്. അത് ആ പയ്യന് ജീവിക്കാൻ വേണ്ടിയിട്ടേ അല്ല, മനസ്സിലായില്ലേ? ആ കുട്ടിയുടെ ജീവിതം എന്നും കണ്ണീരിൽ തന്നെയായിരിക്കും. അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. വളരെ വിഷമത്തോടുകൂടി പറയുന്നത്. നിങ്ങൾക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് അനുഭവം നേരിൽ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഒരുപാട്
മകളൊക്കെ തന്നെ ഒരുപാട് ഡിപ്രഷൻ ആയിട്ട് വന്ന ഒരു കുട്ടിയാണ്. ഒരുപാട് മാനസികമായിട്ട് ഡിപ്രഷനിലായി പറയണ്ട എൻ്റെ ഒരവസ്ഥ. അങ്ങനെ ഒരവസ്ഥയിൽ അവിടുന്ന് രക്ഷപ്പെട്ട് വരികയായിരുന്നു. അവിടുത്തെ ആ പയ്യൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പെങ്ങളെ ഭർത്താവും ഇവരുടെ ഒപ്പമാണ് താമസിക്കുന്നത്. ഇതൊന്നും ആദ്യം പറഞ്ഞിരുന്നില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ആ പെങ്ങളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതാണ്. പറയാണ്ടിരിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ ഞാൻ പറയുന്ന എന്നോടുകൂടി നിങ്ങൾക്ക് വിമുഖത പറയാൻ പറ്റുമോ? അത്രത്തോളം മെൻ്റലി ടോർച്ചറിങ് ആയിരുന്നു. ഒന്നും പറയാൻ ഇപ്പോൾ ഒരുവിധം അവൾ ബെറ്ററായി വരുന്നു. പറയാണ്ടിരിക്കാൻ നിവർത്തിയില്ല കുട്ടികളെ. അതൊക്കെ അനുഭവിക്കുമ്പോൾ നേരിട്ട് നമ്മൾ സ്വന്തം ജീവിതത്തിൻ്റെ അനുഭവം വരണം. അപ്പോഴേ അതിൻ്റെ കാഠിന്യത്തിനെക്കുറിച്ച് അറിയാൻ പറ്റും കേട്ടോ. ഞാൻ ഇങ്ങനെയൊന്നും പറയണമെന്ന് ഇതൊന്നും പറയണമെന്ന് വിചാരിച്ച് വന്നതുമല്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇതിനൊരു റീച്ച് ഉണ്ടാവണം, അല്ല അങ്ങനെ അതൊന്നുമല്ല. എനിക്കൊരു പോപ്പുലാരിറ്റി അങ്ങനെയൊന്നും വിചാരിച്ചില്ല. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം, പിന്നെ എന്താ ചീത്ത പറയണവർക്ക് ചീത്ത പറയാം, എല്ലാം പറയാം. എല്ലാ അനുഭവവും അവരവരുടെ നേർക്ക് വരുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ. അതിൻ്റെ ആഴത്തിലുള്ള മുറിവ് എത്രയുണ്ടെന്ന്, അതിൻ്റെ വേദന എത്രയുണ്ടെന്ന്, നീറ്റൽ എത്രയുണ്ടെന്ന് നേരിട്ട് വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റൂ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു എന്താ പറഞ്ഞ അങ്ങേറ്റം ഇതാക്കി പറയരുത്. എല്ലായിടത്തും നല്ലതും ചീത്തയുണ്ട്, എല്ലായിടത്തും അല്ലേ? അപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ടോ എന്നോട് പിണങ്ങിയിട്ടോ ഒരു കാര്യമില്ല. ഞാൻ പറയാനുള്ളത് പറയും. ഞാനൊരു അമ്മയാണ്, 3 പെൺകുട്ടികളുടെ അമ്മയാണ്. എനിക്ക് വന്ന 3 ആൺമക്കളും എൻ്റെ മക്കളെ പോലെ തന്നെയാണ്. എനിക്ക് മരുമക്കളല്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടുമില്ല. ഞാൻ പോയ വീടുകളിൽ പോയി, എന്നെ കെട്ടിക്കൊണ്ടുപോയ വീട്ടിൽ പോലും ഞാൻ അമ്മയായിട്ടാണ് കണ്ടത്, അമ്മയായിട്ടല്ല. മനസ്സിലായില്ലേ? എല്ലാവരോടൊക്കെ ഞാൻ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുള്ള കൂട്ടരാണ്. നമ്മളിൽ നിന്നെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു അമ്മയോടുള്ള സ്നേഹം നമ്മൾ വിശ്വസിച്ചു, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അമ്മ പാവമായിരുന്നു കേട്ടോ. എനിക്ക് കിട്ടിയ അമ്മമാരൊക്കെ പാവമായിരുന്നു. ഒരു കെട്ടിയവന്മാർ തലയിരുന്നതായി. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? 2 കല്യാണം കഴിഞ്ഞെങ്കിലും കെട്ടിയവന്മാരൊക്കെ തലയിരുന്നു. ഒരാൾ മരിച്ചു, പക്ഷേ അയാൾ കുടുംബം നോക്കുമായിരുന്നു. മനസ്സിലായില്ലേ? കുടുംബം നോക്കുമായിരുന്നു. ജീവിതം ഇഷ്ടപ്പെട്ടിരുന്നില്ല, കുടുംബം നോക്കുമായിരുന്നു. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. ആദ്യത്തെ ആൾ അതും ഇല്ലായിരുന്നു. എൻ്റെ ആദ്യത്തെ ആൾ അതുമില്ലായിരുന്നു. ചങ്ങനാശ്ശേരിക്കാരനാണ് പുള്ളി ചങ്ങനാശ്ശേരിക്കാരനാണ്, സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അയാളുടെ ഉദ്യോഗം കൊണ്ട് മാത്രമാണ് എൻ്റെ അച്ഛൻ അയാളോട് അയച്ചത്. പക്ഷേ അയാൾ ഒരു ശുദ്ധ തരികടയായിരുന്നു. ആ വീട്ടുകാരെന്ന് പറയുമ്പോൾ ഞാൻ അമ്മയെ ഉൾപ്പെടുത്തുന്നില്ല. ഒരു പെങ്ങളുണ്ട്, പിന്നെ ബന്ധുക്കളും, ഒരു അമ്മാവനുമൊക്കെ. ഞാൻ അവരൊന്നും ഇതിനകത്ത് പങ്കെടുപ്പിക്കുന്നില്ല. ഇതിനകത്തൊന്നും ഞാൻ അവരൊന്നും പറയുന്നില്ല. കെട്ടിയവൾ ശരിയല്ലെങ്കിൽ പിന്നെ എന്തിനാ? നമ്മളെ സംരക്ഷിക്കേണ്ടതാരാ? നമ്മൾ ആരെ കയ്യിലാണ് ഏൽപ്പിക്കുന്നത്? ഒരു പെൺകുട്ടിയെ ഒരു പയ്യൻ്റെ കയ്യിലല്ലേ ഏൽപ്പിക്കുന്നത്? അല്ലാതെ അമ്മയുടെ സഹോദരിയുടെ സഹോദരിയുടെ ഭർത്താവിൻ്റെ കയ്യിലല്ലേ ഏൽപ്പിക്കുന്നത്? ആണോ? അല്ലല്ലോ, അല്ലേ? അപ്പം ആ വ്യക്തി ശരിയല്ല എന്നുണ്ടെങ്കിൽ, ആ വ്യക്തിക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ അവിടെ തീർന്നില്ലേ കാര്യം? അഭിനയം നടിച്ച് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തന്മാരും തയ്യാറെടുക്കരുത്. എനിക്കൊരു കൂട്ട് വേണം, എനിക്കൊരു നല്ല കൂട്ടുകാരിയെ വേണം, അല്ലെങ്കിൽ എനിക്കൊരു നല്ല കൂട്ടുകാരനെ വേണം എന്നുള്ള ഒരു മാനസിക തയ്യാറെടുപ്പോടുകൂടി വേണം നമ്മളൊരു വിവാഹത്തിന്. ഞാൻ അങ്ങനെയുള്ളൊരു കൂട്ടുകാരനെയാണ് ആഗ്രഹിക്കുന്നത് എന്ന ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും ഇനിയുള്ള തലമുറ. പഴയ തലമുറയല്ല ഞാൻ പറയുന്നത്, ഇപ്പോഴുള്ള തലമുറകൾക്കൊക്കെ അങ്ങനെയാണ് അവരാഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവർ ജീവിച്ചാൽ മതി. പരസ്പരം സംസാരിച്ച് പറയുമ്പോൾ അവർക്കറിയാലോ ഏകദേശം രണ്ടുപേരുടെ മാനസിക അടുപ്പങ്ങൾ, മനസ്സിനകത്തുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നറിയാൻ അല്ലേ? ഞാൻ പറയുന്നത് തെറ്റോ ശരിയോ? നിങ്ങൾ പിന്നെന്താ പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ ഏത് തരത്തിലെടുത്താലും കൊള്ളാം. പറയാനുള്ളത് ഞാൻ പറഞ്ഞു, കാണാനുള്ളത് നിങ്ങൾ കാണുക, കേൾക്കുക, സ്കിപ്പ് ചെയ്ത് പോവുക. അഭിപ്രായം പറയാനുള്ളവർക്ക് പറയാം. മറ്റു തരത്തിലുള്ള ഇതായിട്ട് വരണ്ട, കേട്ടല്ലോ? വരികയേ വേണ്ട. അതിനപ്പുറമുള്ള മറുപടി ആയിരിക്കും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള മറുപടി ആയിരിക്കും എൻ്റെ നിന്ന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിനൊന്നും വരണം. കാണുക, കേൾക്കുക,
സ്കിപ്പ് ചെയ്ത് പോവുക. കേൾക്കാൻ താല്പര്യം ഒന്ന് സ്ക്രോൾ ചെയ്ത് പോവുക. സ്കിപ്പ് ചെയ്ത് പോയി കുഴപ്പമില്ലല്ലോ, അല്ലാത്തവർക്ക് താല്പര്യത്തോടെ കാണാം. അപ്പോൾ ഇന്നത്തെ ഇതുപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം കമൻറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം കമൻറ്റ് ചെയ്യാം. ഏതൊരു വ്യക്തിയും കമൻറ്റ് ചെയ്യും. നല്ല കമൻറ്റ് പറയുക. മോശം കമൻറ്റുകളൊന്നും കൊണ്ടും ഇങ്ങോട്ട് പോരുകയും വേണ്ട, എൻ്റെ ഇതിനകത്തോട്ട് പോരുകയും വേണ്ട, കേട്ടല്ലോ. മുമ്പൊരിക്കൽ ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്കിതുപോലെ ഒരെണ്ണം കേട്ടിരുന്നു, വേറൊരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ അത് കറക്റ്റ് അപ്പോഴും തന്നെ ഞാൻ മറുപടിയും കൊടുത്തു. പിന്നെ ജന്മത്തെനിക്ക് കമൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഓക്കെ, ഇന്നത്തേക്കിത് മതിയായല്ലോ അല്ലേ? ഇന്നത്തേക്കിത് പോരെ. അപ്പോൾ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. കണ്ടുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് ചെയ്തു കേട്ടോ. ബൈ ബൈ, ഗുഡ് നൈറ്റ്. എല്ലാവരും ഒരു നല്ല ശുഭരാത്രിയായിട്ട് കിടന്നുറങ്ങും. നല്ല സ്വപ്നങ്ങളും നല്ല മോഹങ്ങളും ഒക്കെ ഇട്ട് കിടന്നുറങ്ങിക്കോളൂ കേട്ടോ. സന്തോഷത്തോടെ കിടന്നുറങ്ങും. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ കേട്ടോ.